ലോക സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട ഒരപൂർവ കഥാപരമ്പരയാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന അറേബ്യൻ കഥകൾ. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആയിരത്തൊന്ന് രാവുകൾ എന്ന കഥാപരമ്പരയുടെ മൂന്നാം ഭാഗം. പണ്ടൊരിക്കൽ ബാഗ്ദാദ് നഗരത്തിൽ ഖലീഫ എന്നു പേരായ ഒരു മുക്കുവനുണ്ടായിരുന്നു. അയാൾ നിർഭാഗ്യവാനും വളരെ ദരിദ്രനുമായിരുന്നു. 4 ചെമ്പുകാശ് പോലും കയ്യിലില്ലാത്തതുകൊണ്ട് പെണ്ണ് കെട്ടാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഖലീഫ അവിവാഹിതനായി തന്നെ തുടർന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ മുക്കുവൻ വലയുമായി പുറപ്പെട്ടു. 10 പ്രാവശ്യം വലയെറിഞ്ഞിട്ടും ഒരു പൊടിമീൻ പോലും വലയിൽ കുടുങ്ങിയില്ല. അരിശവും ദുഃഖവും തോന്നി മുക്കുവന്. അവൻ പിറുപിറുത്തുകൊണ്ട് പുഴയുടെ വക്കത്തിരുന്നു. പടച്ചോനല്ലാതെ മറ്റൊരുത്തനുമില്ല. പടച്ചോൻ തരുന്നതേ കിട്ടൂ, മൂപ്പരുടെ കൽപ്പനയെ നടക്കൂ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഒന്നുകൂടി വല വീശി. ഇത്തവണ വലയിൽ എന്തോ കനത്ത ഭാരം തോന്നി. പതുക്കെ വല വലിച്ച് കരയിലിട്ടു. അപ്പോൾ ഒറ്റക്കണ്ണനും മുടുന്തനുമായ ഒരു കുരങ്ങനാണ് വലയിൽ. ഈ ദുശകനം എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കൂടി? തോലഞ്ഞു, പടച്ചോൻ്റെ കളി എന്നല്ലാതെ എന്താ എന്ന് വിചാരിച്ചുകൊണ്ട് മുക്കുവൻ വിടേണ്ടെന്ന് കരുതി കുരങ്ങനെ ഒരു മരത്തിൽ കെട്ടിയിട്ടു. നോക്കിയപ്പോൾ ഒരവലക്ഷണം, തുഴിക്കാനും തോന്നും. മുക്കുവൻ കയ്യിലുണ്ടായിരുന്ന ചാട്ട എടുത്ത് ഓങ്ങി. അതിശയം തന്നെ, ഉടൻ കുരങ്ങൻ സംസാരിക്കാൻ തുടങ്ങി. അടിക്കല്ലേ ഖലീഫ, നീ വല വീശിക്കോ ഒരിക്കൽ കൂടി, അല്ലാഹു നിനക്കൊരു കോള് തന്നെ തരും. മുടന്തനും ഒറ്റക്കണ്ണനുമായ കുരങ്ങൻ്റെ വാക്കുകൾ കേട്ട് ഖലീഫ വീണ്ടും വല വീശി. ഇത്തവണ വല വലിച്ചപ്പോൾ കൂടുതൽ ഭാരം തോന്നി. ഒരുവിധം വല വലിച്ചു കയറ്റി. വലയ്ക്കുള്ളിൽ വീണ്ടും ഒരു കുരങ്ങൻ. അത് നല്ല കൗതുകമുള്ള ഒന്നായിരുന്നു. അതിൻ്റെ കണ്ണുകളിൽ കരി എഴുതി വലിച്ചു നീട്ടിയിരുന്നു. നഖങ്ങളിൽ ചെഞ്ചായം പൂശിയിരുന്നു. പല്ലുകൾ മുത്തുപോലെ തിളങ്ങി. ചുവപ്പും നീലയും കലർന്ന ഒരു കുപ്പായം ധരിച്ചിട്ടുണ്ട്. കണങ്കയിൽ സ്വർണ്ണ ശൃംഖല, കണങ്കാലിൽ സ്വർണ്ണച്ചിലമ്പ്, കാതുകളിൽ മിന്നുന്ന കമ്മലുകൾ. അത് മുക്കൂനെ കണ്ടപ്പോൾ കടാക്ഷിച്ച് ചിരിച്ചു. പടച്ചോനെ, ഇതെന്തൊരു കളി! ഈ പുഴയിലെ മീനൊക്കെ കുരങ്ങായോ? മുടിഞ്ഞ ദിവസം തന്നെ. ആദ്യത്തെ കുരങ്ങൻ്റെ ഉപദേശം കേട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കളിപ്പ് പറ്റില്ലായിരുന്നു. മുക്കുവൻ ചാട്ടയെടുത്ത് ഒറ്റക്കണ്ണൻ കുരങ്ങൻ്റെ അടുത്തേക്കോടി. ഇബലീസ്, നിന്റെ മോന്തയും ഒറ്റക്കണ്ണും കണ്ടപ്പോഴേ കരുതി ശകുനപ്പിഴയാണെന്ന്. വയറ് പൊരിഞ്ഞ് ചാകാറായി. മുക്കുവൻ ചാട്ടയോങ്ങി. എന്നെ ശിക്ഷിക്കുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരനോടൊന്ന് സംസാരിക്കൂ, കുരങ്ങൻ പറഞ്ഞു. ഖലീഫ രണ്ടാമത്തെ കുരങ്ങനെ സമീപിച്ചു. നിനക്കെന്നെ അറിഞ്ഞുകൂടെ? രണ്ടാമത്തെ കുരങ്ങൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല, പക്ഷേ നീ എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ചാട്ടയുടെ രുചി നീ അറിയേണ്ടി വരും, മുക്കുവൻ പറഞ്ഞു. ഈ മട്ട് മാതിരി നിനക്ക് യോജിച്ചതല്ല. നീ മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ നിനക്ക് എളുപ്പത്തിൽ ധനികനാകാം. ഖലീഫ ചാട്ട വലിച്ചെറിഞ്ഞ് കുരങ്ങിനോട് വിനയപൂർവ്വം പറഞ്ഞു. കുരങ്ങച്ച, എന്നോട് കരുണ തോന്നണം. ഞാൻ അങ്ങേ അനുസരിക്കാൻ തയ്യാറാണ്. അത് കേട്ടപ്പോൾ കുരങ്ങൻ പ്രസാദിച്ചു. അബുസാദ എന്നു പേരായ ഒരു ജൂതനുണ്ട്. ഹുണ്ടിയക്കാരൻ ജൂതൻ. അയാളാണ് എൻ്റെ ഉടമ. അയാൾ പണക്കാരനായത് ഞാൻ മൂലമാണ്. ദിവസവും കാലത്ത് എൻ്റെ മുഖമാണ് അയാൾ കണി കാണുക. ഖലീഫ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഒരു കുരങ്ങനെ പോലെ അപശകനം ഇല്ലെന്നല്ലേ പഴമൊഴി? ഖലീഫ ഒറ്റക്കണ്ണൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. കേട്ടോ പറഞ്ഞത്? നിന്റെ മുഖം കണി കണ്ടതാണ് ഇന്നത്തെ ഗതികേടിന് കാരണം. പക്ഷേ നിന്നെപ്പോലെയല്ല നിന്റെ സഹോദരൻ. എൻ്റെ പാവം സഹോദരനെ വെറുതെ വിടും. എന്നെ വലയുടെ അറ്റത്ത് കെട്ടിയിട്ട് വീശി ഭാഗ്യം പരീക്ഷിക്കൂ. ഖലീഫ രണ്ടാമത്തെ കുരങ്ങൻ്റെ ഉപദേശമനുസരിച്ച് വീണ്ടും വല വീശി. ഇത്തവണ ഒരു കൂറ്റൻ മത്സ്യം കുടുങ്ങി. ഒരു ചെമ്മരിയാടിൻ്റെ വലിപ്പമുള്ള ആ മത്സ്യത്തിൻ്റെ കണ്ണുകൾ സ്വർണ്ണ നാണയം പോലെ തിളങ്ങി.
ചെതമ്പലുകൾക്ക് വജ്രങ്ങളുടെ കാന്തിയുണ്ടായിരുന്നു. ലോകത്തിൻ്റെ മുഴുവൻ യജമാനായതുപോലെ ഖലീഫ തൻ്റെ നേട്ടത്തെ സുന്ദരനായ വാനരന് കാണിച്ചു കൊടുത്തു. നീ കുറെ പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കുട്ടയുടെ അടിയിൽ വിരിക്കണം. മത്സ്യത്തെ കുട്ടയിലിട്ട് വീണ്ടും പുല്ലിട്ട് മൂടണം. ഞങ്ങൾ രണ്ടുപേരെയും ഇവിടെ വിട്ട് കുട്ടയും കൊണ്ട് നേരെ ബാഗ്ദാദിലേക്ക് പോവുക. വഴിയിൽ ആര് ചോദിച്ചാലും കുട്ടയിൽ എന്താണെന്ന് പറയരുത്. കേൾക്കാത്ത ഭാവത്തിൽ നടക്കണം. അബുസാദ എന്ന കുണ്ടിയക്കാരൻ്റെ പീടിക കണ്ടുപിടിക്കണം. കടയിൽ ഒരു മെത്ത വിരിപ്പിൽ അയാൾ ഇരിപ്പുണ്ടാവും. മുമ്പിൽ 2 പേടകങ്ങൾ കാണും. ഒന്നിൽ സ്വർണവും മറ്റേതിൽ വെള്ളിയുമാണ്. വേലക്കാർ ഒരുപാടുണ്ടാകും. കുട്ട അവരുടെ മുമ്പിൽ വെക്കണം. അബുസാദ, ഇന്ന് നിങ്ങളെ വിചാരിച്ചാണ് ഞാൻ വലയെറിഞ്ഞത്. വലിയ കോള് കിട്ടി എന്ന് പറഞ്ഞ് മത്സ്യമെടുത്ത് കൊടുക്കണം. ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും നീ പറഞ്ഞോ എന്നയാൾ ചോദിക്കും. ഇല്ല എന്ന് തീർത്ത് പറയണം. അപ്പോൾ അയാൾ മീനെടുക്കും. വിലയായി ഒരു സ്വർണ്ണ നാണയം തരും. പക്ഷേ വാങ്ങരുത്. അപ്പോൾ 2 നാണയം തരും. അങ്ങനെ അയാൾ പലതും വാഗ്ദാനം ചെയ്യും. വഴങ്ങരുത്. അവസാനം നീ പറയണം, എനിക്ക് പ്രതിഫലമായി കുറെ വാക്കുകളെ വേണ്ടു. മത്സ്യം തന്നേക്കാം. എന്താണത്? അയാൾ ചോദിക്കും. അപ്പോൾ അയാളോട് എല്ലാവരും കേൾക്കെ ഇങ്ങനെ പറയുവാൻ ആവശ്യപ്പെടണം. ഈ ചന്തയിലെ സകല പേരും സാക്ഷിയായി ഞാൻ പറയുന്നു. എൻ്റെ കുരങ്ങനെ ഖലീഫ എന്ന മുക്കുവൻ്റെ കുരങ്ങിന് പകരമായി കൊടുക്കാം. എൻ്റെ ഭാഗ്യം അവൻ്റെ ഭാഗ്യവുമായി കൈമാറാൻ ഞാൻ തയ്യാറാണ്. ജൂതൻ ഇങ്ങനെ പറയാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ സ്വത്താകും. പിന്നെ എന്നും നിനക്ക് ഭാഗ്യമായിരിക്കും. അബുസാദ എൻ്റെ ഒറ്റക്കണ്ണായ സഹോദരനെ ശകുനം കണ്ട് ജീവിക്കേണ്ടി വരും. അയാൾ ദിനം പ്രതി നശിച്ചു തുടങ്ങും. അവസാനം തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരും. ഖലീഫ കുരങ്ങൻ്റെ നിർദ്ദേശം സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞങ്ങളെ കയറഴിച്ചു വിട്ടേക്കൂ. ഞങ്ങൾ വെള്ളത്തിലേക്ക് തന്നെ മടങ്ങട്ടെ, ആ സുന്ദര വാനരൻ ആവശ്യപ്പെട്ടു. ഖലീഫ കുരങ്ങൻ്റെ വാക്കുകളനുസരിച്ച് മീനുമായി പുറപ്പെട്ടു. ചന്തയിലെ ആളുകൾ കുട്ടയിൽ എന്താണ്, കൊടുക്കാനുള്ളതാണോ എന്നൊക്കെ പലവട്ടം ചോദിച്ചെങ്കിലും അവൻ വാ തുറന്നില്ല. ഖലീഫ നേരെ അബുസാദ എന്ന ജൂതന്റെ പീടികയിലെത്തി. ജൂതൻ ഖുറാസാനിലെ ചക്രവർത്തിയെപ്പോലെ അന്തസ്സിലിരിക്കുന്നു. മുക്കുവൻ മത്സ്യമെടുത്ത് കാണിച്ചു കൊടുത്തു. ജൂതന് ആ മത്സ്യത്തിൽ അസാധാരണമായി കൗതുകം തോന്നി. ഹാ, ഇന്നലെ രാത്രി കന്യാമറിയം സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു, നാളെ ഞാൻ നിനക്കൊരു സമ്മാനം നൽകുമെന്ന്. ഇത് അതുതന്നെ, യാതൊരു സംശയവുമില്ല. ഇതിനു മുമ്പ് ആരെങ്കിലും മീനിന് വില പറഞ്ഞോ? ഇല്ല, ഒരുത്തനെയും ഞാൻ കാണിച്ചിട്ടില്ല. ജൂതൻ തൻ്റെ അടിമകളോട് ആ മത്സ്യം വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. മോളോട് മീൻ കരിക്കാതെ പൊരിക്കണമെന്ന് പറ എന്നും പറഞ്ഞു വിട്ടു. ജൂതൻ മുക്കുവന് ഒരു സ്വർണ്ണ നാണയം നീട്ടി. സാധാരണ മട്ടിൽ സ്വർണ്ണ നാണയം വാങ്ങി മുക്കുവൻ മടങ്ങാൻ തുനിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കുരങ്ങിൻ്റെ വാക്കുകൾ ഓർമ്മ വന്നത്. അയ്യോ, എനിക്ക് വേണ്ട ഈ നാണയം, എൻ്റെ മീൻ തിരിച്ചു തന്നാൽ മതി എന്നായി അവൻ. ജൂതൻ 2 നാണയം കൊടുത്തു. അവൻ വാങ്ങിയില്ല. അങ്ങനെ പോയി ജൂതൻ പലതും നൽകാൻ തയ്യാറായി. മുക്കുവന് ഒന്നും വേണ്ട. ഞാൻ ആവശ്യപ്പെടുന്ന കുറേ വാക്കുകൾ പകരം തന്നാലേ മീൻ തരികയുള്ളൂ, ഖലീഫ പറഞ്ഞു. ജൂതൻ വിചാരിച്ചത് അവൻ തന്നെ മതം മാറ്റാനുള്ള സൂത്രങ്ങൾ എടുക്കുകയാണെന്നാണ്. വൃത്തികെട്ടവനെ, എന്നെ മതം മാറ്റണം അല്ലേ എന്നാക്രോശിച്ചുകൊണ്ട് ജൂതൻ മുക്കുവനെ പിടിച്ചുകെട്ടി തല്ലാൻ കൽപ്പിച്ചു. ജൂതന്റെ പരിചാരകർ ഖലീഫയെ അടിച്ചവശനാക്കി. എന്നാൽ അവൻ അല്പസമയത്തിനുള്ളിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ എഴുന്നേറ്റ് നിന്നു. ഇനിയും ഞാൻ എന്ത് പ്രതിഫലം നൽകണമെന്ന് പറയാമോ? വേണ്ടാത്തത് പറഞ്ഞാലുള്ള ഗുണം ഇപ്പോൾ മനസ്സിലായോ? ജൂതൻ ദേഷ്യം പ്രകടിപ്പിച്ചു. അടിയൊന്നും സാരമില്ല. 10 കഴുതകൾക്ക് താങ്ങാനാവുന്നത്ര തല്ല് എനിക്ക് നിസ്സാരമാണ്. മുക്കുവന്റെ വാക്കുകൾ കേട്ട് ജൂതൻ പൊട്ടി ചിരിച്ചു. മുക്കുവൻ കുരങ്ങ് നിർദ്ദേശിച്ച വാചകങ്ങൾ പറഞ്ഞു. ഈ വാചകം പറഞ്ഞാൽ മതിയോ?
അതിനാണോ ഇത്ര വിഷമം എന്ന് പറഞ്ഞുകൊണ്ട് ജൂതൻ എല്ലാവരും കേൾക്കെ അവൻ ആവശ്യപ്പെട്ടതുപോലെ ആ വാചകം ഉറക്കെ പറഞ്ഞു. ഉടനെ മുക്കുവൻ ഒഴിഞ്ഞ കുട്ടയും വലയുമായി മടങ്ങി. അയാൾ സുന്ദര വാനരൻ്റെ വാക്കുകൾ വിശ്വസിച്ച് നദീതീരത്ത് ചെന്ന് വല വീശി. ആ കുരങ്ങൻ വലയിൽ കുടുങ്ങി. കൂട്ടത്തിൽ അനേകം മീനുകളും. ആളുകൾ വന്ന് മീൻ വാങ്ങാൻ തുടങ്ങി. സന്ധ്യയായപ്പോഴേക്കും ഖലീഫയ്ക്ക് 100 സ്വർണ്ണ നാണയം ലഭിച്ചു. അവൻ ആഹ്ലാദത്തോടെ തൻ്റെ പൊട്ടക്കുടിലേക്ക് മടങ്ങി. തനിക്ക് ലഭിച്ച സമ്പത്തിനെ കുറിച്ചോർത്ത് അവൻ മനോരാജ്യത്തിലായി. ഖലീഫ, നീ ഇവിടെ ഒരു പാവപ്പെട്ട മുക്കുവനാണ്, ഒരു പൈസ പോലുമില്ലാത്ത തേണ്ടി. പക്ഷേ ഇന്ന് നിനക്ക് 100 സ്വർണ്ണ നാണയം ലഭിച്ചു. ആളുകൾ ഇതിനെക്കുറിച്ചറിയും. ഖലീഫ ഹാറൂൺ അൽ റഷീദും വാർത്ത കേൾക്കാൻ ഇടവരും. ഒരു ദിവസം ഖലീഫ ഹാറൂൺ അൽ റഷീദിന് പണം ആവശ്യമാണെന്ന് തോന്നിയാൽ അദ്ദേഹത്തിൻ്റെ കാവൽക്കാരെ എൻ്റെ അടുക്കിലേക്ക് അയക്കും. ഞാൻ അറിഞ്ഞു നിനക്ക് 100 സ്വർണ്ണ നാണയം കിട്ടിയെന്ന്, അതെനിക്ക് വേണം എന്ന് അദ്ദേഹം കൽപ്പിച്ചയക്കും. ഞാനപ്പോൾ കണ്ണീരോടെ മറുപടി പറയും, പൊന്നു തിരുമേനി, അടിയനൊരു പിച്ചക്കാരനാണ്. അടിയൻ എവിടെ നിന്നാണ് സ്വർണ്ണ നാണയം? അവിടത്തോട് ഇങ്ങനെ പറഞ്ഞവൻ കള്ളനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും പണം പിടിച്ചെടുക്കാനായി ഖലീഫ പോലീസ് മേധാവിയായ അഹമ്മദിനെ അയക്കും. അദ്ദേഹം എൻ്റെ വസ്ത്രമഴിച്ച് കഠിനമായി പ്രഹരിക്കും, പണം നൽകുന്നതുവരെ. അങ്ങനെ പണം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പുറത്ത് പറയാതിരിക്കുകയാണ് ഭേദം. പക്ഷേ പറയാതിരിക്കണമെങ്കിൽ എൻ്റെ ശരീരമാസകലം അടിച്ച് പാടുവീഴ്ത്തണം. വേദനിക്കണമെന്നില്ല. ഇന്നത്തെ പോലെ തന്നെ ഇരുന്നാൽ സംഗതി ഞാൻ തന്നെ പുറത്തു പറഞ്ഞു പോകും. ഖലീഫ തൻ്റെ വസ്ത്രമഴിച്ചു മാറ്റി. ചുമരിൽ തൂക്കിയിട്ടിരുന്ന ചാട്ടയെടുത്ത് 150 അടി അടിച്ചു. ഒരടി തൻ്റെ പുറത്ത്, പിന്നെ ഒരടി ചുമരിൽ. അങ്ങനെ സ്വയം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് മേധാവിയുടെ അടി കൊണ്ടട്ടെന്ന പോലെ അവൻ ഉറക്കെ കരയുകയും ചെയ്തുകൊണ്ടിരുന്നു. കഷ്ടം കഷ്ടം, ഏത് കള്ളനാണ് ഈ പൊളി പറഞ്ഞു പരത്തിയത്? ഞാൻ വെറും ഒരു പാവം മുക്കുവൻ. എൻ്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടുമില്ല. ആദ്യം കുറേ നേരം ഒരടി ചുമരിലും ഒന്ന് തൻ്റെ പുറത്തും എന്ന മട്ടിലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ 3 അടി ചുമരിൽ, ഒരടി തൻ്റെ പുറത്ത് എന്നതായി ക്രമം. അടിയുടെ ശബ്ദവും കരച്ചിലും കേട്ട് അയൽക്കാർ ഉത്കണ്ഠാകുലരായി. പാവം, ആ സാധുവിനെ ആരാണിങ്ങനെ തല്ലുന്നത്? എന്തൊരു കഷ്ടം! അവർ മുക്കുവൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. വാതിലടച്ചിരുന്നു. കള്ളന്മാർ മുകളിലൂടെ ഉള്ളിൽ കടന്നിട്ടുണ്ടാകുമെന്ന് കരുതി ആളുകൾ വീടിന് മുകളിൽ കൂടി കഷ്ടപ്പെട്ട് ഉള്ളിലേക്ക് കടന്നു നോക്കി. ഖലീഫ സ്വയം പ്രഹരിക്കുന്നു. നഗ്നമായ ദേഹം മുഴുവൻ അടിയുടെ പാടുകൾ. ഇതെന്താണ്? നിനക്ക് ഭ്രാന്തുണ്ടോ? ഞങ്ങൾ പേടിച്ചു പോയല്ലോ. ഈ നട്ടപ്പാതിരിക്ക് നീ ആളുകളെ കിടത്തി പൊറുപ്പിക്കില്ലേ? എൻ്റെ ഇഷ്ടമല്ലേ, നിങ്ങൾക്കെന്താ? നിങ്ങൾ ആരാ എന്നോട് ചോദിക്കാൻ? എൻ്റെ ദേഹത്തിലടിക്കാൻ എനിക്ക് അവകാശമില്ലേ? മുക്കുവൻ ദേഷ്യപ്പെട്ടു. വീണ്ടും പ്രയോഗം തുടങ്ങി. ആളുകൾ ആ വിഡ്ഢിത്തം കണ്ട് അവന് ഭ്രാന്താണെന്ന് കരുതി മടങ്ങിപ്പോയി. കള്ളന്മാരെ പേടിച്ച് ഖലീഫ അന്ന് ഉറങ്ങിയതുമില്ല. രാവിലെ മീൻ പിടിക്കാൻ പുറപ്പെട്ടപ്പോൾ വീട്ടിൽ വെച്ചിരിക്കുന്ന പണത്തിൻ്റെ കാര്യമോർത്ത് സംശയമായി. ഇവിടെ വെച്ചാൽ കള്ളന്മാർ കക്കും. അരയിൽ കെട്ടിക്കൊണ്ടു പോയാൽ വയറുന്തി നിൽക്കുന്നത് കണ്ട് കള്ളന്മാർ പിന്നാലെ കൂടും, പിടിച്ചു പറിക്കും. എന്താണൊരു പോംവഴി? ഖലീഫ ഉടുവസ്ത്രത്തിൻ്റെ ഒരറ്റം കീറിയെടുത്ത് സഞ്ചി തുന്നിയുണ്ടാക്കി പണം അതിലിട്ട് കഴുത്തിൽ കെട്ടിത്തൂക്കി. പക്ഷേ പുഴയിലിറങ്ങി വല വീശിയപ്പോൾ കഴുത്തിൽ നിന്നും സഞ്ചി അഴിഞ്ഞ് വെള്ളത്തിൽ വീണു. സഞ്ചി തപ്പിയെടുക്കുവാൻ വെള്ളത്തിൽ മുങ്ങി. 100 പ്രാവശ്യം മുങ്ങിയിട്ടും സഞ്ചി കിട്ടാതെ നിരാശനായി കരയ്ക്ക് കയറിയപ്പോൾ കരയ്ക്ക് വെച്ചിരുന്ന വസ്ത്രങ്ങൾ ഒന്നും തന്നെ കാണാനില്ല. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ച പോലെയായി. ഒടുവിൽ മുക്കുവൻ നഗ്നനായി കരയ്ക്ക് കയറിയിരുന്ന് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. നിവർത്തിയില്ലാതെ വല കൊണ്ട് തന്നെ നഗ്നത മറിച്ച് ഒഴിഞ്ഞ കുട്ടയും വടിയുമായി എന്ത് ചെയ്യണമെന്നറിയാതെ ഖലീഫ
പുഴവക്കിൽ ചുറ്റി നടന്നു. ഇനി നമുക്ക് സാക്ഷാൽ ഖലീഫ ഹാറൂൺ അൽ റഷീദിനെ തൃക്കൺ പാർക്കാം. ഈ കഥയുമായി അദ്ദേഹത്തിന് വളരെ ബന്ധമുണ്ട്. അന്ന് ബാഗ്ദാദിൽ ഹുസൻ അൽ കിർനാസ് എന്നു പേരായ ഒരു സ്വർണ്ണ വ്യാപാരി ഉണ്ടായിരുന്നു. കിർനാസിന് ഖലീഫയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. ബാഗ്ദാദിലെ സ്വർണ്ണ വ്യാപാരങ്ങൾ അധികവും അയാൾ മുഖാന്തരമാണ് നടക്കുന്നത്. ഒരു ദിവസം കിർനാസ് കടയിലിരിക്കുമ്പോൾ ദല്ലാളുകളിൽ പ്രമുഖനായ ഒരുത്തൻ ഒരു സുന്ദരിയെയും കൊണ്ട് ചെന്നു. അവൾ അന്നാട്ടുകാരിയല്ല. ആ അടിമപ്പെണ്ണ് അതിസുന്ദരിയും ശാസ്ത്ര വിഷയങ്ങളിലും കലകളിലും നിപുണയുമായിരുന്നു. 5000 സ്വർണം നൽകി അൽ കിർനാസ് അവളെ വാങ്ങി. അവൾക്കിണങ്ങുന്ന വേഷവിധാനങ്ങൾ വാങ്ങാൻ മറ്റൊരു 5000 കൂടി ചെലവാക്കി. വ്യാപാരി അവളെ ഹാറൂൺ അൽ റഷീദിന് സമർപ്പിച്ചു. അവൾ ഖലീഫയെ പല പ്രകാരത്തിലും സന്തോഷിപ്പിച്ചു പോന്നു. ഹാറൂൺ അൽ റഷീദിന് പുതിയ അടിമ പെൺകൊടി പ്രാണനായി. അൽ കിർനാസിന് അദ്ദേഹം 10000 സ്വർണം കൊടുത്തയച്ചു. ഹാറൂൺ അൽ റഷീദ് സുബൈദയെയും മറ്റ് പ്രേമഭാചനങ്ങളെയും മറന്ന് സദാ പുതിയ കാമുകിയുടെ കൂടെയായി. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് മാത്രമേ അവളുടെ മുറി വിട്ട് പുറത്തു പോകൂ എന്ന നിലയിലായി. അങ്ങനെ 1 മാസം കഴിഞ്ഞു. രാജ്യത്തെ പ്രമുഖന്മാർക്ക് ഖലീഫയുടെ പോക്ക് ശരിയല്ലെന്ന് തോന്നി. അവർ ജാഫർ എന്ന പ്രധാനമന്ത്രിയോട് ആവലാതി ബോധിപ്പിച്ചു. ഖലീഫയുടെ രോഗം മാറ്റണം. ജാഫർ വെള്ളിയാഴ്ച വരെ കാത്തിരുന്നു. വെള്ളിയാഴ്ച ജാഫർ ഹാറൂൺ അൽ റഷീദിൻ്റെ കൂടെ പള്ളിയിലേക്ക് പോയി. പ്രേമമെന്ന വികാരത്തെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചുമാണ് ഖലീഫ സംസാരിച്ചതെല്ലാം. ജാഫർ, ഞാൻ എന്തു ചെയ്യും? എൻ്റെ ഹൃദയത്തിൻ്റെ തകരാറാണ്. പ്രേമം ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങിയിരിക്കുന്നു. ഞാൻ എങ്ങനെ അതിൽ നിന്ന് വിമുക്തനാകും? അവൾ വെറുമൊരടിമയാണ്. അങ്ങേക്ക് മോചനം നേടാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഇടയ്ക്കിടെ അവളെ തനിയെ വിട്ട് നായാട്ടിനോ മീൻപിടുത്തത്തിനോ പോകൂ. തൽക്കാലം അത്തരം കാര്യങ്ങളിൽ വ്യാപൃതനായി നോക്കിയാൽ ആശ്വാസമാകും. ഹാറൂൺ അൽ റഷീദിന് ജാഫറുടെ നിർദ്ദേശം സ്വീകാര്യമായി. 2 പേരും കൂടി കഴുതപ്പുറത്ത് കയറി വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടു. അവർ നഗരത്തിന് വെളിയിൽ പാടങ്ങൾക്കരികിലൂടെ യാത്ര തുടർന്നു. കുറേ നേരം സഞ്ചരിച്ചപ്പോൾ ഖലീഫയ്ക്ക് ദാഹം തോന്നി. അകലെ കൂടി ഒരുത്തൻ കടന്നു പോകുന്നത് കണ്ടു. വല്ല തോട്ടക്കാരനുമായിരിക്കും. അയാളുടെ കയ്യിൽ നിന്നും വെള്ളം മേടിച്ചു കൊണ്ടുവരാം, ജാഫർ പറഞ്ഞു. വേണ്ട, എൻ്റെ കഴുതയ്ക്ക് വേഗം കൂടും. ഞാൻ പോയി വെള്ളം കുടിച്ചു വരാം എന്ന് പറഞ്ഞ് ഖലീഫ നൊടി നേരം കൊണ്ട് പുഴയുടെ തീരത്തെത്തി. അവിടെ പൊടിയിലും വിയർപ്പിലും കുളിച്ച് ഒരുവൻ വല കൊണ്ട് നാണമറിച്ച് നിൽക്കുന്നു. അവൻ്റെ കണ്ണും മുഖവും കരിവാളിച്ചിരുന്നു. ഹാറൂൺ അൽ റഷീദ് ചോദിച്ചു, കുറച്ച് വെള്ളം തരാമോ? മുക്കുവന് അത് തീരെ പിടിച്ചില്ല. നീ എന്താ ഭ്രാന്തനാണോ? അതോ കണ്ണുപൊട്ടനോ? നദിയല്ലേ മുമ്പിൽ, കണ്ടുകൂടെ? അവൻ നീരസത്തോടെ പറഞ്ഞു. ഹാറൂൺ അൽ റഷീദ് ടൈഗ്രിസ് നദിയിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ച് തിരിച്ചു വന്ന് മുക്കുവനോട് ചോദിച്ചു, നീ ഇവിടെ എന്തു ചെയ്യുന്നു? നിന്റെ തൊഴിലെന്താണ്? നിനക്കെന്താ കണ്ടുകൂടെ? എൻ്റെ ദേഹത്തെ എന്താണ് കിടക്കുന്നതെന്ന്? പിന്നെ തൊഴിൽ പറഞ്ഞു തരണോ? ഓ, നീ മുക്കുവൻ തന്നെ. പക്ഷേ നിന്റെ ഉടുതുണി എവിടെ? മുക്കുവൻ വിചാരിച്ചു, ഒരു പക്ഷേ എൻ്റെ തുണിയും മറ്റും മോഷ്ടിച്ചത് ഇവനാകും. അവൻ ചാടി എഴുന്നേറ്റ് കടിഞ്ഞാണിൽ കയറി പിടിച്ചു. എൻ്റെ വസ്ത്രം തിരിച്ചതാ, തമാശ നിർത്ത്. ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യാം, ഞാൻ നിന്റെ വസ്ത്രം കണ്ടിട്ട് പോലുമില്ല. ഹാറൂൺ അൽ റഷീദിൻ്റെ കവിൾത്തടങ്ങൾ ഉരുണ്ടു കൊഴുത്തതായിരുന്നു. വായ് ചെറുതായിരുന്നു. മുക്കുവൻ ഹാറൂണിനെ സൂക്ഷിച്ചു നോക്കി. ഹാറൂൺ ഒരു കുഴലൂത്തുകാരനാണെന്ന് അവന് തോന്നി. ഹേ കുഴലൂത്തുകാരാ, എൻ്റെ തുണിതാ, ഇല്ലെങ്കിൽ എൻ്റെ വടി ഞാൻ മയക്കും. അയ്യോ, എനിക്കാ വടി കൊണ്ട് ഒരു കൊച്ചടി പോലും കൊള്ളാൻ ശക്തിയില്ല. ഹാറൂൺ തൻ്റെ പട്ടുമേലങ്കി ഊരി അവന് കൊടുത്തു. നിന്റെ നഷ്ടപ്പെട്ട വസ്ത്രത്തിന് പകരം ഇതുപോരെ? എൻ്റെ വസ്ത്രം ഇതിലും 10 ഇരട്ടി വില പിടിച്ചതാണ്. ഇതെന്ത് വൃത്തികെട്ട വസ്ത്രം? മുക്കുവൻ പറഞ്ഞു. എന്തെങ്കിലും ആകട്ടെ, നിന്റെ വസ്ത്രം കണ്ടു കിട്ടുന്നതുവരെ ഇതുപയോഗിച്ചോളൂ.
മുക്കുവൻ അതെടുത്ത് ധരിച്ചു നോക്കി. നീളം ഒരു പടി. വേഗം കത്തിയെടുത്ത് ചുവട്ടിൽ നിന്നും ഒരു കഷ്ണം വെട്ടിയെടുത്ത് അത് തലപ്പാവാക്കി. കുപ്പായം എന്നിട്ടും മുട്ടുവരെ ഞാന്നു കിടന്നു. മുക്കുവൻ ഹാറൂൺ അൽ റഷീദിൻ്റെ നേരെ തിരിഞ്ഞു. എടോ കുഴലൂത്തുകാരാ, എത്ര പണം കിട്ടും ഒരു മാസം കുഴലൂതിയാൽ? ചോദ്യകർത്താവിന് ദേഷ്യം വരേണ്ടെന്ന് കരുതി റഷീദ് പറഞ്ഞു. ഏതാണ്ട് 10 സ്വർണ്ണ നാണയം കിട്ടും. അയ്യോ പാവം, നിന്റെ പാടോർത്ത് എനിക്ക് ദുഃഖമുണ്ട്. ഒരു മാസം കൊണ്ട് 10 നാണയം അല്ലേ? എനിക്കൊരു പ്രാവശ്യം വല വീശിയാൽ മതി 10 സ്വർണ്ണ നാണയത്തിന്. ഒരു മണിക്കൂർ കൊണ്ട് കഴിയും കാര്യം. എന്താണെന്നോ, ഒരു കുരങ്ങനുണ്ട് ഈ നദിയിൽ, എൻ്റെ സഹായിയായിട്ട്. അവൻ എനിക്കാവശ്യമുള്ള മീനൊക്കെ വേഗം തരും. ഊത്തക്കവിള, നിനക്കെൻ്റെ തൊഴിൽ പഠിക്കണമോ? വേണമെങ്കിൽ പഠിപ്പിക്കാം. എൻ്റെ കൂടെ നിന്നാൽ നിത്യവും 5 നാണയവും തരാം. ജോലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പങ്കാളികളാകാം. നിന്റെ കുഴലൂത്ത് സംഘത്തിലെ ആളുകളെങ്ങാൻ തടസ്സത്തിന് വന്നാൽ ഞാൻ വടിമയക്കും. ഒരടിക്ക് അവരുടെ പണി കഴിക്കും. പറഞ്ഞേക്കാം. നിന്റെ ഇഷ്ടം പോലെയാകാം, ഹാറൂൺ മറുപടി പറഞ്ഞു. മുക്കുവൻ രാജാവിനോട് കഴുതപ്പുറത്ത് നിന്നിറങ്ങാൻ പറഞ്ഞു. അങ്ങനെ മുക്കുവനായ ഖലീഫ മഹാരാജാവായ ഖലീഫയെ മീൻപിടുത്തത്തിൻ്റെ ആദ്യ പാഠം പഠിപ്പിക്കാൻ ക്ഷണിച്ചു. ഹാറൂൺ കഴുതപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി. കഴുതയെ മരത്തിൽ കെട്ടിയിട്ടു. അദ്ദേഹം വസ്ത്രങ്ങൾ ഒതുക്കി പിടിച്ച് മേൽക്കുപ്പായം മാറ്റി മുക്കുവൻ്റെ അടുത്ത് ചെന്ന് നിന്നു. മുക്കുവൻ പറഞ്ഞു, ദേ ഈ അറ്റം പിടിച്ചോ. കൈയുടെ മീതെ കൂടി വല ഇങ്ങനെ ഇടണം. എന്നിട്ട് നദിയിലേക്ക് ആഞ്ഞു വീശണം. ഹാറൂൺ മുക്കുവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. വല ഒറ്റയ്ക്ക് വലിച്ചെടുക്കാൻ സാധിച്ചില്ല. അത്രയ്ക്ക് ഭാരമുണ്ടായിരുന്നു അതിന്. മുക്കുവൻ്റെ സഹായത്തോടെ വല വലിച്ചു കയറ്റി. കുഴലൂത്തേ, കാര്യമൊക്കെ ശരി. എൻ്റെ വലയെങ്ങാൻ കീറിയിട്ടുണ്ടെങ്കിൽ നിന്റെ കച്ചവടം ഞാൻ തീർക്കും. കഴുതയെ ഞാൻ കൊണ്ടുപോകും. ഭാഗ്യവശാൽ വല നിറയെ നല്ല ഭംഗിയുള്ള മീനുകളായിരുന്നു. മുക്കുവൻ പറഞ്ഞു, എടാ ഊത്തക്കവിള, നിന്റെ മോന്ത മഹാമോശം, കുരങ്ങനെ പോലെയുണ്ട്. എന്നാലും ഈ പണിയിൽ ശ്രദ്ധിച്ചാൽ നീ മിടുക്കനാകും. സാധാരണ മുക്കുവന്മാരെ കവച്ചു വയ്ക്കും. നീ കഴുതപ്പുറത്ത് കയറി ചന്തയിലേക്ക് പോ. ഞാൻ ഇവിടെ നിൽക്കാം. 2 കുട്ട വാങ്ങിവാ മത്സ്യം കൊണ്ടുപോകാൻ. നിന്റെ ജോലി മനസ്സിലായോ? വെറുതെ അലഞ്ഞു നടന്നാൽ എൻ്റെ വടി ഒരു കൂടിക്കാഴ്ച നടത്തും. ഹാറൂൺ അൽ റഷീദ് മുക്കുവൻ്റെ നിർദ്ദേശമനുസരിച്ച് പുറപ്പെട്ടു. അദ്ദേഹം ഹൃദയം പൊട്ടും വിധം ആർത്തു ചിരിച്ചു. ജാഫറും മറ്റ് അനുയായികളും ഖലീഫയെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് ചിരിയുടെ സാരം പിടികിട്ടിയില്ല. ഹാറൂൺ അൽ റഷീദ് തൻ്റെ സാഹസകഥകൾ അവരോട് വിവരിച്ചു പറഞ്ഞു. അള്ളാ, അങ്ങയുടെ പട്ടുമേലങ്കി കാണാതിരുന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടാകുമെന്ന്. എന്തായാലും വലിയ ഉപദ്രവമൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ പോയി മുക്കുവിൻ്റെ പക്കൽ നിന്നും മേലങ്കി മേടിച്ചു കൊണ്ടുവരാം. ഹാറൂൺ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ വിഡ്ഢി എൻ്റെ കുപ്പായത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് തലപ്പാവാക്കി. ഒന്ന് പറയാം, ഇനി ഞാൻ മീൻപിടുത്തത്തിന് പോകില്ല. ഇനി പോയാലും ആദ്യത്തെ വീശിലിൽ കിട്ടിയതിൻ്റെ ഒരംശം പോലും കിട്ടില്ല. എത്രയധികം മീനാണെന്നോ എൻ്റെ വലയിൽപ്പെട്ടത്. എൻ്റെ യജമാനൻ മത്സ്യത്തിന് കാവലിരിക്കുകയാണ്. ഞാൻ കുട്ടകളും മേടിച്ചു വരുന്നതും കാത്ത്. അവൻ്റെ കയ്യിൽ നിന്ന് മത്സ്യം മേടിച്ചു കൊണ്ടുവരുന്ന ഓരോരുത്തർക്കും ഞാൻ ഓരോ സ്വർണ്ണ നാണയം വാഗ്ദാനം ചെയ്യുന്നു. ജാഫർ മുക്കുവിൻ്റെ അടുക്കിലേക്ക് അനുചരരെ പറഞ്ഞയച്ചു. അവരെല്ലാവരും കൂടി മുക്കുവനെ വളഞ്ഞു. കഴുകൻ ഇരയെ വളയുന്നതുപോലെ. മീൻ വാങ്ങാൻ അവർ തിക്കും തിരക്കും കൂട്ടി. മുക്കുവൻ തോറ്റു. അവസാനം മുക്കുവൻ 2 മീനും കൊണ്ട് വെള്ളത്തിലേക്ക് ചാടി. ആ കുഴലൂത്തുകാരനൊന്ന് വന്നെങ്കിൽ, മുക്കുവൻ ഉറക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഒരു നീഗ്രോ പരിചാരകൻ ആ വഴി വന്നു. വഴിക്ക് എന്തോ തടസ്സം പറ്റുകയാൽ അവന് മറ്റുള്ളവരോടൊപ്പം എത്താൻ കഴിഞ്ഞില്ല. മുക്കുവൻ 2 മീനും പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ നിൽക്കുന്നത് കണ്ട രാജകിങ്കരൻ ആ മീൻ തനിക്ക് വിൽക്കണമെന്നായി. പോടാ അവിടുന്ന്, മുക്കുവൻ പറഞ്ഞു. നീഗ്രോ കുപിതനായി. അവൻ കുന്തമെടുത്ത് മുക്കുവൻ്റെ നേരെ ഓങ്ങി. മര്യാദയ്ക്ക് മീൻ തന്നോ, ഇല്ലെങ്കിൽ നീ കുന്തത്തിൽ കയറും.
തെമ്മാടി, കുന്തം കയറി ചാവുന്നതിൽ ഭേദം മീൻ ഉപേക്ഷിക്കുകയല്ലേ. മുക്കുവൻ കരയ്ക്ക് കയറി. നീഗ്രോ മീൻ വാങ്ങി കൈലേസിൽ പൊതിഞ്ഞു. പോക്കറ്റിൽ തപ്പി നോക്കിയിട്ട് അയാൾ പറഞ്ഞു, നിനക്ക് ഭാഗ്യമില്ല, ഒരൊറ്റ നാണയം പോലുമില്ല. നാളെ രാജധാനിയിൽ വന്ന് സാൻഡിൽ എന്ന ജോലിക്കാരനെ അന്വേഷിച്ചാൽ മതി. അപ്പോൾ നിനക്ക് നിന്റെ മത്സ്യത്തിൻ്റെ വില കിട്ടും. മുക്കുവന് തക്ക മറുപടി പറയാൻ ധൈര്യം കിട്ടിയില്ല. അവൻ നീഗ്രോയെ ശപിക്കുന്നൊരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ എല്ലാ വെറുപ്പും അടങ്ങിയിരുന്നു. നീഗ്രോ പോയപ്പോൾ മുക്കുവൻ പരിഹാസ സ്വരത്തിൽ പറഞ്ഞു, കൊള്ളാം, ഇങ്ങനെയൊരു കോള് ജീവിതത്തിലുണ്ടായിട്ടില്ല. അവൻ ചന്തയിലേക്ക് നടന്നു. കയ്യിൽ കുട്ടയും വലയുമായി വരുന്ന മുക്കുവൻ്റെ പട്ടുകുപ്പായവും തലപ്പാവും കാണികളെ അന്താളിപ്പിച്ചു. മുക്കുവൻ ഹാറൂൺ അൽ റഷീദിൻ്റെ തുന്നൽക്കാരൻ്റെ കടയുടെ മുമ്പിൽ കൂടി നടന്നുപോയി. മുക്കുവൻ ധരിച്ചിരിക്കുന്നത് ഹാറൂണിൻ്റെ വസ്ത്രമാണെന്ന് തുന്നൽക്കാരന് മനസ്സിലായി. ഇത് എങ്ങനെ നിനക്ക് കിട്ടി? അയാൾ മുക്കുവനോട് ചോദിച്ചു. നിനക്ക് എന്തു വേണം? അറിഞ്ഞേ തീരുവെങ്കിൽ കേട്ടോളൂ. ഇതെൻ്റെ കീഴിൽ മുക്കുവ പണി പഠിക്കുന്നവൻ സമ്മാനിച്ചതാണ്. അവൻ ഇത് തന്നില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ കൈ ഞാൻ വെട്ടിയേനെ. അവൻ എൻ്റെ ഉടുതുണി കട്ടെടുത്തു. തുന്നൽക്കാരന് മനസ്സിലായി, സാക്ഷാൽ ഖലീഫ് അവനെ കളിപ്പിച്ചതാണെന്ന്. അയാൾ ഒന്നും മിണ്ടിയില്ല. മുക്കുവൻ നേരെ തൻ്റെ വീട്ടിലെത്തി. ഇനി നമുക്കവനെ നാളെ കാണാം. ഖലീഫ ഹാറൂൺ അൽ റഷീദ് പോയപ്പോൾ രാജധാനിയിൽ സംഭവ വികാസങ്ങൾ ഉണ്ടായി. ഖലീഫ നേരം പോക്കിന് വേണ്ടി പോയതാണല്ലോ. അടിമ പെണ്ണിനോട് ഖലീഫയ്ക്കുള്ള ഭ്രമം മൂലം പത്നിയായ സുബൈദയും തീവ്ര ദുഃഖത്തിലാണ്ടു. രാജ്ഞിക്ക് ആ അടിമയോട് കടുത്ത അസൂയ തോന്നി. ഖലീഫ പോയ സന്ദർഭം നോക്കി രാജ്ഞി പ്രതികാര നിർവഹണത്തിന് തീരുമാനിച്ചു. അവർ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഏർപ്പെടുത്തി. ഖലീഫയുടെ കാമുകിയെ ക്ഷണിക്കാൻ ആളെ അയച്ചു. സുബൈദയുടെ പരിചാരിക ചെന്നുണർത്തിച്ചു. ഹാറൂൺ അൽ റഷീദിൻ്റെ പത്നി സുബൈദ രാജ്ഞി ബഹുമാനാർത്ഥം ഒരു വിരുന്ന് നൽകുന്നുണ്ട്. ഇന്ന് രാജ്ഞി മരുന്ന് കഴിക്കുന്ന ദിവസമാണ്. അതിന് തക്ക ഫലം ലഭിക്കണമെങ്കിൽ അവരുടെ ഹൃദയത്തിന് ഉന്മേഷവും സന്തോഷവും ലഭിക്കണം. ഭവതിയുടെ സംഗീതജ്ഞാനത്തെക്കുറിച്ച് അറിഞ്ഞ രാജ്ഞി എന്നെ അയച്ചിരിക്കുകയാണ് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ. ഭവതി ക്ഷണം സ്വീകരിക്കണം. തീർച്ചയായും, ഞാൻ രാജ്ഞിയായ സുബൈദയുടെ അടിമയാണ് എന്ന് പറഞ്ഞ് ആ സുന്ദരി എഴുന്നേറ്റു. അവൾ സംഗീതോപകരണങ്ങളും കയ്യിലെടുത്ത് രാജ്ഞിയുടെ മുറിയിലേക്ക് ചെന്നു. രാജ്ഞിയെ കണ്ട ഉടനെ അവൾ താണു വണങ്ങി. രാജ്ഞിക്ക് സുഖവും സമാധാനവും നീണാൽ ലഭിക്കട്ടെ, അവൾ ആശംസിച്ചു. ഒരു വെൽവെറ്റ് മഞ്ചത്തിൽ നീണ്ടു നിവർന്ന് കിടന്നിരുന്ന രാജ്ഞി പതുക്കെ കണ്ണു മിഴിച്ചു നോക്കി. അടിമ പെണ്ണിൻ്റെ അലൗകിക സൗന്ദര്യം കണ്ട് രാജ്ഞി സ്തബ്ധയായി പോയി. കറുത്തിരുണ്ട കേശഭാരം, പനിനീർപ്പൂ പോലുള്ള കവിൾത്തടങ്ങൾ, മാതളപ്പഴം പോലുള്ള മാറിടം, കറുത്തിരുണ്ട നീണ്ട മിഴികൾ, തിളങ്ങുന്ന നെറ്റി, പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന മുഖകാന്തി. ചന്ദ്രോദയം അവളുടെ നെറ്റിയിലാണ്. രാത്രിയുടെ പുറപ്പാട് അവളുടെ മുടിച്ചാർത്തിൽ നിന്നാണ്. അവളുടെ നിശ്വാസമില്ലെങ്കിൽ കസ്തൂരിയില്ല. അവളില്ലെങ്കിൽ പൂക്കൾക്ക് സുഗന്ധമില്ല. അവളുടെ അരക്കെട്ടിൻ്റെ ചലനം പഠിച്ചില്ലെങ്കിൽ ലതകൾ ചാഞ്ചാടില്ല. അവളുടെ കണ്ണുകളിൽ നോക്കിയില്ലായിരുന്നെങ്കിൽ നക്ഷത്രങ്ങൾ തിളങ്ങുമായിരുന്നില്ല. ആ പുരികക്കൊടികളില്ലായിരുന്നെങ്കിൽ വില്ലുകൾ വളയില്ലായിരുന്നു. അവളുടെ ചുണ്ടുകളുടെ കഥ കേട്ടാണ് പവിഴം നാണിച്ചു തുടുത്തത്. അവൾ ഇടഞ്ഞപ്പോൾ കാമുകർ ബോധം കെട്ട് വീണു. അവൾ പ്രസാദിച്ചപ്പോൾ അവർക്ക് ജീവൻ വീണു. അവളുടെ യുവനേത്രങ്ങൾക്ക് മാന്ത്രിക വിദ്യയേക്കാൾ ശക്തിയുണ്ട്. അവളുടെ ഒരു കടാക്ഷത്തിന് 2 ലോകങ്ങളെയും മയക്കാനാകും. സുബൈദ അവളെ അടുത്തിരിക്കാൻ ക്ഷണിച്ചു. അവൾ തമ്പുരു മടിയിലെടുത്തു വെച്ച് ഗാനം തുടങ്ങി. പറക്കുന്ന പക്ഷികൾ അവളുടെ ഗാനമാധുര്യം നുകർന്ന് നിശ്ചലങ്ങളായി. രാജധാനി തന്നെ ആ ഗാനമാധുര്യത്തിൽ ലയിക്കുന്നതായി തോന്നി. അവൾ വീണ മാറ്റി ഓടക്കുഴലെടുത്തു. അതിൽ നിന്നൊഴുകിയ മധുരനാദം കവിവാക്യങ്ങൾ ഓർമ്മിപ്പിച്ചു. പാടിക്കഴിഞ്ഞപ്പോൾ അവൾ രാജ്ഞിയുടെ മുമ്പിൽ നൃത്തം ചെയ്തു. അറിയാവുന്ന പല കലകളും അവൾ പ്രദർശിപ്പിച്ചു. കുറ്റമല്ല ഖലീഫ ഇവളുടെ മോഹവലയത്തിൽപ്പെട്ടത്.
രാജ്ഞിക്ക് ബോധ്യമായി. സുബൈദയ്ക്ക് അവളോട് അത്യധികം സ്നേഹവും ആദരവും തോന്നി. സദ്യക്കിടയിൽ വിഷം കൊടുത്ത് കൊല്ലണമെന്ന് തീരുമാനം മാറ്റി. പകരം രാജ്ഞി അവൾക്ക് മയക്കുമരുന്ന് കൊടുത്തു. ബോധം കെട്ട് വീണപ്പോൾ അടിമപ്പെണ്ണിനെ ഒരു രഹസ്യമുറിയിലേക്ക് നീക്കം ചെയ്തു. രാജധാനിയിലെല്ലാം അവൾ മരിച്ചു പോയെന്ന വാർത്ത പ്രചരിപ്പിച്ചു. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണ് മരണകാരണമെത്രേ. സുബൈദ രാജ്ഞി രാജധാനിയിൽ ആ അടിമപ്പെണ്ണിൻ്റെ സ്മാരകമായി ഒരു ശവകുടീരവും നിർമ്മിച്ചു. ഖലീഫ മുക്കൂനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ടവളുടെ മരണവാർത്ത അറിയുന്നത്. സുബൈദയുടെ ഭീഷണിക്ക് വിധേയരായ പരിചാരകർ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടാണ് മരണവാർത്ത ഖലീഫയെ അറിയിച്ചത്. ഖലീഫയുടെ അഭാവത്തിൽ വിരഹാതുരയായതാണ് മരണകാരണമെന്നും അവർ ഉണർത്തിച്ചു. ഹാറൂൺ അൽ റഷീദ് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ അവളുടെ ശവകുടീരത്തിലേക്ക് ഓടി. വഴിയിൽ കണ്ടവരെയെല്ലാം അദ്ദേഹം തട്ടിത്താഴെയിട്ടു. ഇഷ്ടഭാചനത്തിൻ്റെ ശവകുടീരത്തിൽ തലവെച്ച് അദ്ദേഹം വിലപിച്ചുകൊണ്ടിരുന്നു. സ്നേഹിതന്മാരുടെയും പത്നിമാരുടെയും ആശ്വാസവചനങ്ങൾ ഖലീഫയുടെ ദുഃഖം ശമിപ്പിച്ചില്ല. തൻ്റെ ലക്ഷ്യം ഫലിച്ചു എന്ന് മനസ്സിലായപ്പോൾ സുബൈദ ഔഷധശക്തിയിൽ മയങ്ങുന്ന സുന്ദരിയെ ഒരു പേടകത്തിലാക്കി പരിചാരകന്മാരുടെ പക്കൽ കൊടുത്തയച്ചു. ചന്തയിൽ ആദ്യം കണ്ട് ചോദിക്കുന്നവന് ഈ പെട്ടി കൊടുക്കണം, മൂടി തുറക്കാൻ അനുവദിക്കരുത് എന്നതായിരുന്നു കൽപ്പന. ഖലീഫ എന്ന മുക്കുവന് പ്രഭാതത്തിൽ എഴുന്നേറ്റുടനെ മനസ്സിൽ തോന്നി, ഇന്നലെ എന്നെ തട്ടിച്ച് മീൻ കൊണ്ടുപോയ ആ നീഗ്രോയെ കണ്ട് കാശ് വാങ്ങണം. ആ സാൻഡലിനെ പിടികൂടിയിട്ട് തന്നെ കാര്യം. അവനെ ഞാൻ ബാക്കി വയ്ക്കില്ല. മുക്കുവൻ രാജധാനിയിലെത്തി. സാൻഡലും മറ്റു കുറെ പരിചാരകരും വാതിലിനടുത്ത് നിന്ന് വർത്തമാനം പറയുന്നു. എടാ തെമ്മാടി എന്ന് വിളിച്ചുകൊണ്ടാണ് മുക്കുവൻ എത്തിയത്. മുക്കുവൻ്റെ ശബ്ദം കേട്ടപ്പോഴേ സാൻഡൽ ചിരിക്കാൻ തുടങ്ങി. കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ, ഞാൻ നിന്റെ കാശ് തരാം, സാൻഡൽ പറഞ്ഞു. അപ്പോഴേക്കും മന്ത്രി ജാഫർ അതുവഴി വന്നു. പരിചാരകരും മറ്റ് ജീവനക്കാരും എഴുന്നേറ്റ് ഓച്ചാനിച്ചു നിന്നു. ജാഫർ സാൻഡലിനെ കൈ കാണിച്ചു വിളിച്ചു. അവർ രണ്ടുപേരും കുറേ നേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഏറെ നേരം കാത്തിരുന്നിട്ടും സാൻഡൽ സംഭാഷണം നിർത്തി മടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ മുക്കുവന് ദേഷ്യം വന്നു. ഹേയ്, എൻ്റെ പണം തരൂ, എനിക്ക് പണിയുണ്ട്, മുക്കുവൻ വിളിച്ചു പറഞ്ഞു. സാൻഡലിന് അത് നാണക്കേടായി. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ സാൻഡൽ പിന്നെയും സംഭാഷണം തുടർന്നു. അപ്പോഴേക്ക് മുക്കുവൻ അവരുടെ അരികിലെത്തി. വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, എടാ വീപ്പവയറ, എൻ്റെ പണം താ, ഞാൻ പോട്ടെ. ജാഫർ മുക്കുവൻ്റെ വാക്കുകൾ കേട്ടു. എന്താണ് കാര്യം? ആരാണ് ഈ പാവത്തെ പറ്റിച്ചത്? പ്രഭു, അങ്ങേക്കറിയില്ലേ, ഇവനാണ് നമ്മുടെ മുക്കുവൻ. ഇന്നലെ ഞാൻ മഹാരാജാവിന് മീൻ കൊണ്ടു കൊടുത്തില്ലേ, അതിവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാണ് കൊടുത്തത്. 2 മീനിൻ്റെ വില കൊടുത്തിരുന്നില്ല, അത് വാങ്ങാൻ വന്നതാണ്. പണം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങ് വന്ന് വിളിച്ചത്. മന്ത്രിക്ക് ചിരി പൊട്ടി. അല്ല സാൻഡൽ, നമ്മുടെ മഹാരാജാവിൻ്റെ ഗുരുവിനെക്കുറിച്ച് ഇത്ര ബഹുമാനമില്ലാതെയാണോ സംസാരിക്കുന്നത്? ഖലീഫ കേട്ടാൽ എന്തു പറയും? എന്തായാലും അവന് വിട്ടയക്കരുത്. അവൻ വന്നത് ഭാഗ്യമായി. ഖലീഫ ദുഃഖിച്ചിരിപ്പാണ്. ഒരു പ്രകാരത്തിലും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനാവുന്നില്ല. ഇവനെ കൊണ്ട് നമുക്കത് സാധിപ്പിക്കണം. ഞാൻ ഇപ്പോൾ വരാം, അവൻ ഇവിടെ നിൽക്കട്ടെ. ജാഫർ ഹാറൂൺ അൽ റഷീദിൻ്റെ അടുത്തേക്ക് പോയി. സാൻഡൽ മുക്കുവിനെ സൂക്ഷിക്കാൻ പരിചാരകരോട് ആജ്ഞാപിച്ചു. ജാഫർ ചെന്നപ്പോൾ ഖലീഫ തല കുനിച്ചിരുന്ന് തേങ്ങിക്കരയുകയായിരുന്നു. ജാഫറുടെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം തലയുയർത്തി. മഹാരാജാവേ, ഇന്നലത്തെ മുക്കുവൻ എത്തിയിട്ടുണ്ട്. കാവൽക്കാരുമായി കലശൽ കൂട്ടുന്നു. അവൻ അങ്ങേ അധിക്ഷേപിക്കുന്നുമുണ്ട്. അയാളെ ഞാൻ മീൻ പിടിപ്പിക്കാൻ പഠിപ്പിച്ചു. 2 കുട്ട വാങ്ങാൻ പറഞ്ഞയച്ചിട്ട് പൊടി പോലും കണ്ടില്ല. ഇങ്ങനെയാണോ ശിഷ്യന്മാരുടെ രീതി? ഇങ്ങനെയാണോ ആശാന്മാർക്ക് കൂലി കൊടുക്കുന്നത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഒന്നെങ്കിൽ അവനെ പറഞ്ഞയക്കണം. വേറെ ചങ്ങാതിയെ കിട്ടിയെന്ന് പറയാമല്ലോ. അതല്ല, അവൻ്റെ പങ്കാളിയാകാനാണ് തീരുമാനമെങ്കിൽ അത് പറയാം. മുക്കുവൻ്റെ വാർത്ത കേട്ടപ്പോൾ ഖലീഫയ്ക്ക്
കരച്ചിലിനിടയിലും ചിരിക്കാനായി. അദ്ദേഹം ഓർത്തോർത്ത് പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഖലീഫയുടെ മനസ്സ് ഒന്ന് തണുത്തു. അവൻ ഇവിടെ എത്തിയിട്ടുണ്ടോ? സത്യമായിട്ടും അവനതാ താഴെ വാതിലിനടുത്തുണ്ട്. ഞാൻ അവനോട് നീതി കാട്ടും. അവന് വിധിച്ചത് കിട്ടും. ദുഃഖവും ദാരിദ്ര്യവും ദൈവം വിധിച്ചതാണെങ്കിൽ അതേ അവന് കിട്ടും. മറിച്ച് ഭാഗ്യവും സ്ഥാനമാനങ്ങളുമാണ് വിധിച്ചതെങ്കിൽ അതെല്ലാം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹാറൂൺ അൽ റഷീദ് ജാഫറോട് കുറെ കടലാസ് കഷ്ണങ്ങൾ കീറിക്കൊണ്ടുവരാൻ കൽപ്പിച്ചു. 20 കടലാസ് കഷ്ണങ്ങളിൽ 1 തൊട്ട് 10,000 വരെയുള്ള സംഖ്യകളും ഓരോന്നിൻ്റെയും താഴെ ഖലീഫ, അമീർ, വസീർ തുടങ്ങി ഇങ്ങേയറ്റം വരെയുള്ള പദവി പേരുകളും കുറിക്കാൻ പറഞ്ഞു. പിന്നെ കുറെ കടലാസ് കഷ്ണങ്ങളിൽ പലതരത്തിലുള്ള ശിക്ഷകളും രേഖപ്പെടുത്തി. വധശിക്ഷ തൊട്ട് വടി കൊണ്ടുള്ള അടി വരെ. എല്ലാ കടലാസ് കഷ്ണങ്ങളും ചുരുട്ടി ഒരു സ്വർണ്ണ പാത്രത്തിലിട്ടു. മുക്കുവനെ തൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കാനായിരുന്നു അവിടുത്തെ കൽപ്പന. ജാഫർ സ്വയം പറഞ്ഞു, ദൈവം തന്നെ കാക്കണം. കഷ്ടകാലത്തിന് ആ പാവമെടുക്കുന്ന കടലാസ് പിഴച്ചാൽ ഞാൻ കാരണം അവൻ മരിക്കേണ്ടി വരും. ഞാൻ തന്നെ അവനെ വിളിച്ചുകൊണ്ട് വരികയും വേണ്ടി വന്നു. പാവം, ദൈവം അവനെ രക്ഷിക്കട്ടെ. ജാഫർ മുക്കുവനെ തിരുമുമ്പിൽ ഹാജരാക്കി. സന്നിധിയിലെത്തും മുമ്പ് ജാഫർ പറഞ്ഞു, സൂക്ഷിക്കണം, വിശ്വാസികളുടെ തമ്പുരാന്റെ മുമ്പിലേക്കാണ് ചെല്ലുന്നത്. മുക്കുവൻ അത് കേട്ടെങ്കിലും വഴി നീളെ സാൻഡലിനെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരുന്നു. അനേകം പരിവാരങ്ങളുടെ നടുവിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഹാറൂൺ അൽ റഷീദിന്റെ മുമ്പിൽ ചെന്നപ്പോൾ മുക്കുവൻ ചിരിക്കാൻ തുടങ്ങി. അവന് താൻ കാണുന്നതിലൊന്നും വിശ്വാസം തോന്നാത്തതുകൊണ്ട് ഒരു കൂസലുമുണ്ടായില്ല. ഹമ്പട കുഴലൂത്തേ, നീ ഇവിടെയാണല്ലേ? നീ എന്തൊരു പണിയാണ് പറ്റിച്ചത്? നീ എന്നെ അവിടെ കാവലിരുത്തിയിട്ട് തടി തപ്പി അല്ലേ? പണി പഠിപ്പിച്ചതിന് തന്ന കൂലിയേ! ഒരു കൂട്ടം കഴിവേറികൾ വന്ന് എന്നെ ആക്രമിച്ചു. അവർ കഴുകന്മാരെ പോലെ ആ മീനെല്ലാം കൊണ്ടുപോയി. 100 സ്വർണ്ണ നാണയം കിട്ടേണ്ടതാണ് എനിക്ക്. എടാ കുഴലൂത്തേ, നിന്നെ ആരാണ് തടവിലാക്കി ഇവിടെ പിടിച്ച് കെട്ടിയത്? ഹാറൂൺ ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വർണ്ണ പാത്രമെടുത്തു. മുക്കുവനോട് അതിൽ നിന്ന് ഒരു കടലാസ് എടുക്കാൻ പറഞ്ഞു. മുക്കുവന് ആ തമാശ രസിക്കാൻ കഴിഞ്ഞില്ല. ഹേ, നീ നിന്റെ കുഴലൂത്ത് ജോലി ഉപേക്ഷിച്ചോ? പാട്ട് നിർത്തി ജ്യോതിഷം തുടങ്ങിയോ? ഇന്നലെ മീൻ പിടുത്തം പഠിക്കാൻ വന്നു. എന്തായാലും എൻ്റെ കുഴലൂത്തേ, ഈ പണി നല്ലതല്ല. അധികകാലം ഇങ്ങനെ കൊണ്ടു നടക്കാനും പറ്റില്ല. പലതിലേക്കും പാഞ്ഞു നടന്നാൽ ഒന്നും കിട്ടില്ല. ഒന്നെങ്കിൽ ജ്യോതിഷം തന്നെ തുടർന്നു, അല്ലെങ്കിൽ കുഴലൂത്തിലേക്ക് മടങ്ങിക്കോ, അല്ലെങ്കിൽ എൻ്റെ പണി പഠിപ്പിച്ചു തരാം. ജാഫർ ഇടയ്ക്ക് കയറി പറഞ്ഞു, മതി, നിർത്ത്. ഇതിൽ നിന്ന് ഒരു കടലാസ് എടുക്ക്. ജാഫർ അവനെ പിടിച്ച് മുമ്പോട്ട് തള്ളി. മുക്കുവൻ കൈയിട്ട് വാരി ഏതാനും കടലാസ് കഷ്ണങ്ങൾ ഒരുമിച്ചെടുത്തു. പറ്റില്ല, ഒന്നേ എടുക്കാവൂ, ജാഫർ ശാസിച്ചു. അവസാനം അവൻ ഒരു കടലാസ് എടുത്ത് രാജാവിൻ്റെ നേരെ നീട്ടി. പറയൂ, എൻ്റെ ഭാവി ഫലങ്ങൾ കേൾക്കട്ടെ, ഒന്നും ഒളിച്ചു വയ്ക്കരുത്. ഖലീഫ ആ കടലാസ് ജാഫർക്ക് കൊടുത്തു. ജാഫർ അത് ഉറക്കെ വായിച്ചു. വടി കൊണ്ട് 100 അടി. ഉടനെ തന്നെ ഖലീഫ ശിക്ഷ നടത്താൻ കൽപ്പിച്ചു. അംഗരക്ഷകൻ വന്ന് മുക്കുവന് 100 അടി സമ്മാനിച്ചു. മുക്കുവന് വലിയ വേദനയൊന്നും തോന്നിയില്ലെങ്കിലും ഉറക്കെ നിലപിടിച്ചു. അവൻ അടിക്കടി കുഴലൂത്തുകാരനെ ശാപവാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു. അവനിനി വേറെ കടലാസ് എടുക്കട്ടെ, ചിലപ്പോൾ അവൻ്റെ ഭാഗ്യം തെളിയും. ജാഫർ അഭിപ്രായപ്പെട്ടു. ഖലീഫ അത് സമ്മതിച്ചു. നിന്റെ ഔദാര്യത്തിന് ദൈവം സമ്മാനം തരും. ഇനി ആരുമില്ലേ ബാഗ്ദാദിൽ ഇത്തരം കളിയിൽ പങ്കെടുക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് മുക്കുവൻ മറ്റൊരു കടലാസ് എടുത്തു. പക്ഷേ അതിലൊന്നും തന്നെ എഴുതിയിരുന്നില്ല. ഇവൻ നിർഭാഗ്യവാനാണ്, അവനെ വിട്ടയച്ചേക്കൂ. പക്ഷേ ജാഫർ സമ്മതിച്ചില്ല. 3-ാമതൊരിക്കൽ കൂടി ഭാഗ്യം പരീക്ഷിക്കാൻ അനുവദിക്കണമെന്ന് ജാഫർ ശുപാർശ ചെയ്തു. ഇത്തവണ ഒരു സ്വർണ്ണ നാണയം എന്നെഴുതിയ കടലാസാണ് കിട്ടിയത്.
വൃത്തികെട്ട കുഴലൂത്തേ, 100 അടിക്ക് പകരം തന്നത് ഒരു സ്വർണ്ണ നാണയമോ? അന്ത്യവിധി നാളിൽ ദൈവം നിനക്ക് സമ്മാനം തരും, മുക്കുവൻ പറഞ്ഞു. ഖലീഫ അത് കേട്ട് പൊട്ടി പൊട്ടി ചിരിച്ചു. അദ്ദേഹം ചിരിക്കുന്നത് കണ്ടപ്പോൾ ജാഫർക്ക് സമാധാനമായി. ജാഫർ മുക്കുവനെ പറഞ്ഞയച്ചു. നിർഭാഗ്യവാനായ മുക്കുവൻ അടിയും കൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ സാൻഡൽ അവനെ വിളിച്ചു. ഖലീഫയുടെ സമ്മാനത്തിൽ ഒരു പങ്ക് തനിക്കും തരണമെന്ന് സാൻഡൽ പറഞ്ഞു. വേണമെങ്കിൽ എനിക്ക് കിട്ടിയ അടിയിൽ പാതി തരാം, പക്ഷേ അത് നിനക്ക് നരകത്തിൽ ചെല്ലുമ്പോൾ ചെകുത്താൻ തന്നുകൊള്ളും. ഹോ, നിന്റെ ഒരു നശിച്ച യജമാനൻ! ആ കുഴലൂത്തുകാരൻ തന്ന ഒരു സ്വർണ്ണ നാണയം ഇതാ, നീ എടുത്തോ എന്ന് പറഞ്ഞ് മുക്കുവൻ ആ നാണയം വലിച്ചെറിഞ്ഞു കൊടുത്തു. സാൻഡൽ അവന് 100 നാണയമടങ്ങിയ ഒരു പൊതി സമ്മാനിച്ചു. ഇതാ നിന്റെ മത്സ്യത്തിൻ്റെ വില, സമാധാനമായി പൊയ്ക്കോ. മുക്കുവൻ സന്തുഷ്ടനായി. അവൻ ആ കിഴി നെഞ്ചിൽ ചേർത്ത് വെച്ച് വലിച്ചെറിഞ്ഞ നാണയവും പെറുക്കിയെടുത്ത് നടന്നു. ദൈവനിശ്ചയം മാറ്റാൻ ഒരുത്തനും കഴിയില്ല. മുക്കുവൻ ചന്തയിലൂടെ പോകുമ്പോൾ ഒരാൾ കൂട്ടം. കാര്യം എന്താണെന്നറിയാൻ മുക്കുവൻ തിക്കിത്തിരക്കി ഉള്ളിലേക്ക് കടന്നു. ദേ, പ്രഭു വരുന്നു. ചന്ത തന്നെ ഒരുമിച്ച് വാങ്ങാനുള്ള വരവാണ് എന്ന് പറഞ്ഞ് ആളുകൾ മുക്കുവനെ കളിയാക്കി. അവനതൊന്നും കൂട്ടാക്കിയില്ല. നോക്കിയപ്പോൾ ഒരു വൃദ്ധൻ വലിയൊരു പെട്ടി ലേലം വിളിക്കുന്നു. ഇതാ, ഈ പെട്ടി ആർക്ക് വേണം? സുബൈദ രാജ്ഞിയുടെ അരമനയിൽ നിന്ന് കൊണ്ടുവന്ന ഈ പേടകം ആർക്ക് വേണം? കുറേ നേരം ആരും ഒന്നും തന്നെ മിണ്ടിയില്ല. 20 നാണയം ഒരു വ്യാപാരി വിളിച്ചു. മറ്റേയാൾ 50 വിളിച്ചു. അങ്ങനെ 100 നാണയം വരെ എത്തി. 100 നാണയം, 1 വിളി, 2 വിളി, 3 വിളി. ലേലം ഉറയ്ക്കാറായി. 101. മുക്കുവൻ ചാടി പറഞ്ഞു. ആളുകൾ ആർത്താർത്ത് ചിരിച്ചു. 101 പോയിട്ട് ഒരു നാണയം പോലും അവൻ്റെ കയ്യിൽ കാണില്ല, ആളുകൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവരുടെ കണ്ണ് തള്ളിച്ചുകൊണ്ട് മുക്കുവൻ നാണയം എണ്ണിക്കൊടുത്ത് പെട്ടി കൈവശമാക്കി. കൂലിക്കാർ മുക്കുവനെ വളഞ്ഞു. ഞാനെടുക്കാം പെട്ടി, ഞാനെടുക്കാം. കയ്യിൽ ഒറ്റ കാശ് പോലുമില്ല. പിന്നെ എങ്ങനെ കൂലിക്കാരന് കാശ് കൊടുക്കും? അവസാനം സുരൈഖ് എന്ന പോർട്ടർ പെട്ടിയും തലയിലെടുത്ത് മുക്കുവൻ്റെ പിറകെ ചെന്നു. കുറേ ദൂരം നടക്കുമ്പോൾ കാല് കഴിച്ച് പോർട്ടർ മതിയാക്കി പോയിക്കൊള്ളുമെന്ന് കരുതി മുക്കുവൻ തെരുവായ തെരുവുകളെല്ലാം ചുറ്റാൻ തുടങ്ങി. എവിടെയാണ് നിങ്ങളുടെ വീട് എന്ന് പോർട്ടർ മുറുമുറുക്കാൻ തുടങ്ങി. എൻ്റെ വീടോ? എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. എവിടെ പോയി എൻ്റെ വീട് എന്ന ജാട പറഞ്ഞ് മുക്കുവൻ വീണ്ടും വെറുതെ ചുറ്റി നടക്കാൻ തുടങ്ങി. പോർട്ടർക്ക് അരിശം വന്നു. വഴിയിൽ കണ്ട മുക്കുവൻ്റെ പരിചയക്കാർ ചോദിച്ചു, എങ്ങോട്ടാണ് ഈ യാത്ര? എന്താണ് ഈ ചുമന്നുകൊണ്ടുവരുന്നത്? സുരൈഖ് അവരോട് ചോദിച്ചു, എവിടെയാണ് ഇയാളുടെ വീട്? ആ മീൻ ചന്തയുടെ അരികിൽ. അവർ മറുപടി പറഞ്ഞു. എടാ, എന്നിട്ടെന്നെ വെറുതെ എത്ര ദൂരം നടത്തിച്ചു? ചന്തയുടെ ചുറ്റും എത്ര പ്രാവശ്യമായി നടക്കുന്നു? ഒടുവിൽ മുക്കുവൻ്റെ വീടിന് മുമ്പിൽ ചെന്ന് പെട്ടിയിറക്കി. വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് പോർട്ടർ കൂലി ചോദിച്ചു, നിനക്ക് സ്വർണ്ണ നാണയം വേണോ, വെള്ളി നാണയം വേണോ എന്ന് ചോദിച്ച് മുക്കുവൻ അകത്തേക്ക് കടന്നു. പുറത്തേക്ക് വന്നത് ഒരു വലിയ ചാട്ടയും കൊണ്ടാണ്. അതുകൊണ്ട് ഒരടി കൊടുത്താൽ മതി, പണി കഴിയും. മുക്കുവൻ ആ ചാട്ട കൊണ്ട് പോർട്ടറെ ആഞ്ഞടിക്കാൻ തുടങ്ങി. പോർട്ടർ ജീവനും കൊണ്ട് ഓടിപ്പോയി. മുക്കുവൻ പെട്ടി വലിച്ച് അകത്താക്കാൻ നോക്കി. ശബ്ദം കേട്ട് അയൽക്കാർ ഓടി വന്നു. പെട്ടിയും പട്ടുവസ്ത്രവും മറ്റും എങ്ങനെ കിട്ടി? അതെൻ്റെ ഒരു ശിഷ്യൻ ഹാറൂൺ അൽ റഷീദ് എന്ന് സ്വയം വിളിക്കുന്ന ഒരു കുഴലൂത്തുകാരൻ, അയാൾ തന്നതാണ്. മുക്കുവൻ്റെ മറുപടി കേട്ട് അയൽക്കാർ പേടിച്ചുപോയി. ഈ ഭ്രാന്തൻ്റെ വാക്ക് കേട്ടാൽ വല്ല പോലീസുകാരും ഇവനെ കൊണ്ടുപോയി തൂക്കിലിടും. ഈ തെരുവ് തന്നെ തല്ലി തകർക്കും, നമുക്ക് നല്ല അടി കൊള്ളും എന്ന് കരുതി അവർ ആ പെട്ടി വേഗം മുറിക്കുള്ളിലാക്കി കൊടുത്തു. മുക്കുവൻ്റെ കുടിൽ വളരെ ചെറുതായിരുന്നു. കഷ്ടിച്ച് പെട്ടി കൊള്ളാനുള്ള വലിപ്പമേ ഉള്ളൂ അതിന്. രാത്രി ആ പെട്ടിയുടെ പുറത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും.
അങ്ങനെ വിചാരിച്ച് മുക്കുവൻ പെട്ടി തുറക്കാൻ നോക്കി. പെട്ടി മുറുകെ അടച്ചിരിക്കുന്നു. എന്തൊരു വിഡ്ഢിയാണ് ഞാൻ! തുറക്കാൻ കൂടി പറ്റാത്ത ഒരു പണ്ടാര പെട്ടിയല്ലേ വാങ്ങിയത്. പൂട്ട് തല്ലി നോക്കി. പ്രയാസം തന്നെ. നാളെയാവാമെന്ന് കരുതി അവൻ പെട്ടിയുടെ മുകളിൽ കയറി കിടന്നു. കിടന്ന പാടെ കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുക്കുവൻ ചാടി എഴുന്നേറ്റു. പെട്ടിയിൽ എന്തോ അനങ്ങുന്നു. ഉറക്കമൊക്കെ പോയി. അവന് പരിഭ്രമമായി. പെട്ടിക്കകത്ത് ജിന്നായിരിക്കും. പടച്ചോന്റെ കൃപ കൊണ്ട് തുറന്നില്ല. ഇന്നത്തെ പോലൊരു മുടിഞ്ഞ ദിവസം. ഈ മാരണം തുറന്ന് ജിന്നിനെ പുറത്തു വിട്ടിരുന്നെങ്കിൽ കഥ കഴിഞ്ഞേനെ. മുക്കുവൻ ഭയപ്പെട്ടു പോയി. പെട്ടിയിൽ നിന്നും ഞെരക്കവും മൂളലും കേട്ടു തുടങ്ങി. മുക്കുവൻ പേടിച്ച് വിറച്ച് പല്ലുകൾ കൂട്ടിയടിക്കാൻ തുടങ്ങി. ഒരു വിളക്ക് വേടിക്കാനായി പുറത്തേക്കോടി. മാളോരെ, രക്ഷിക്കണേ, ഒരു വെളിച്ചം തരണേ, കുടിലിനുള്ളിൽ ഒരു ചെകുത്താൻ കയറിയിരിക്കുന്നു, ദയവായി ഓടി വരണേ, അവൻ വിളിച്ചു പറഞ്ഞു. അയൽക്കാർ അവൻ്റെ ഭ്രാന്ത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. ഒരാൾ ഒരു വിളക്കെടുത്തു കൊടുത്തു. മുക്കുവൻ വിളക്കം കൊണ്ട് ചെന്നപ്പോൾ പെട്ടിയിൽ നിന്നൊരു ശബ്ദം. ഞാൻ എവിടെയാണ്? ഞാനിപ്പോൾ എവിടെയാണ്? ആരോ വിളിച്ചു ചോദിക്കുന്നു. മുക്കുവൻ വീണ്ടും പേടിച്ചോടി. അയ്യോ, അയൽക്കാരെ, ഭൂതം തന്നെ! ഞാൻ എവിടെ എന്ന് വിളിച്ചു ചോദിക്കുന്നു, ഓടി വരണേ! അയൽക്കാർ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. നരകത്തിലാണെന്ന് പറയും. മാരണം. രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ല. ഇനി തൊള്ള തുറന്നാൽ നിന്റെ എല്ല് കാണില്ല, അവർ ശാസിച്ചു. മുക്കുവൻ നിരാശനായി മടങ്ങി. രണ്ടും കൽപ്പിച്ച് ഒരു വലിയ കല്ലെടുത്ത് പൂട്ട് തല്ലി പൊടിച്ചു. മുക്കുവൻ്റെ ശ്വാസം നിലച്ചതുപോലെയായി. പെട്ടിക്കുള്ളിൽ മാനത്തു നിന്നും പൊട്ടിവീണ ഹൂറിയെപ്പോലൊരു പെണ്ണ്. അവൾ പകുതി കൂമ്പിയ കണ്ണുകളുമായി കിടക്കുന്നു. മരുന്നിൻ്റെ ഗന്ധം വമിക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ അവൾ കണ്ണുകൾ തുറന്നു. ജാസ്മിൻ എവിടെ? ജോൺകിൻ എവിടെ? അവൾ തൻ്റെ അടിമകളെ അന്വേഷിച്ചു. മുക്കുവൻ വിചാരിച്ചത് അവൾ പൂക്കളാണ് ആവശ്യപ്പെടുന്നതെന്നാണ്. എൻ്റെ കയ്യിൽ വെറും മൈലാഞ്ചി പൂവേ ഉള്ളൂ, അവൻ പറഞ്ഞു. അവൻ്റെ മറുപടി കേട്ടപ്പോൾ അവൾ ശരിക്കും ബോധവതിയായി. നിങ്ങളാരാണ്? എവിടെയാണ് ഞാൻ? ഞാൻ മുക്കുവനായ ഖലീഫ. ഇതെൻ്റെ വീടാണ്. ഞാൻ രാജധാനിയിലല്ലേ? അല്ല, എൻ്റെ കുടിലിൽ. ഇപ്പോൾ ഇത് രാജധാനിയാണ്. നിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നു 101 നാണയത്തിന്. പെട്ടിയിൽ എന്താണെന്ന് അറിയാതെയാണ് ഞാൻ വാങ്ങിയത്. ഉടനെ അവൾക്ക് സുബൈദ രാജ്ഞിയുടെ വഞ്ചന ഓർമ്മ വന്നു. മുക്കുവനോട് അന്നുണ്ടായ സംഭവങ്ങൾ വിവരിക്കാൻ പറഞ്ഞു. പ്രഭാതം വരെ അവർ സംസാരിച്ചിരുന്നു. നേരം പുലർന്നപ്പോൾ തനിക്ക് എന്തെങ്കിലും ആഹാരം വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. കയ്യിൽ ഒരു ചില്ലി കാശ് പോലുമില്ലെന്നായിരുന്നു മുക്കുവൻ്റെ മറുപടി. അയൽക്കാരോട് ചോദിച്ച് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ അവൾ ഉപദേശിച്ചു. അവൻ അയൽക്കാരോട് വിളിച്ചു പറഞ്ഞു, പെട്ടിക്കുള്ളിലെ ഭൂതം ഭക്ഷണം ചോദിക്കുന്നു, ദയവായി വല്ലതും തരണം. അവർക്ക് ദേഷ്യം വന്നുവെങ്കിലും ആ ദരിദ്രനിൽ അവർക്ക് ദയ തോന്നി. ചിലർ തലേ ദിവസം ബാക്കി വന്ന ഭക്ഷണ സാധനങ്ങൾ അവർ കൊടുത്തു. ഭക്ഷണം കൊണ്ടു ചെന്ന് കൊടുത്തപ്പോൾ ഹൂറിക്ക് വെള്ളം വേണമെന്നായി. അവൻ അയൽക്കാരോടിരുന്ന് വെള്ളവും കൊണ്ടുകൊടുത്തു. മുക്കുവൻ അവളുടെ കഥ വിവരിക്കാൻ അപേക്ഷിച്ചു. പ്രതിയോഗിയുടെ അസൂയ, അതാണ് എൻ്റെ കഥ. ഹാറൂൺ അൽ റഷീദിൻ്റെ പത്നി സുബൈദയാണ് എന്നെ പെട്ടിയിലാക്കിയത്. ദൈവകൃപയാൽ നിങ്ങൾ എന്നെ രക്ഷിച്ചു. ഖലീഫയുടെ പ്രേമഭാജനമാണ് ഞാൻ. നിങ്ങളുടെ ഭാഗ്യവും തെളിഞ്ഞു കഴിഞ്ഞു. ഈ ഹാറൂനെയാണല്ലോ ഞാൻ മീൻപിടുത്തം പഠിപ്പിച്ചത്. അയാളല്ലേ ആ രാജധാനിയിലെ വലിയ കസാരയിലിരിക്കുന്നത്. ഇത്ര വൃത്തികെട്ടൊരു കുഴലൂത്തുകാരനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയാൾ എൻ്റെ വസ്ത്രങ്ങൾ തട്ടിയെടുത്തു. തെമ്മാടി. 100 അടിയും ഒരു സ്വർണ്ണ നാണയവും തന്നു. ഇനി അവനെ കാണട്ടെ. നിങ്ങളങ്ങനെ മോശമായ ഭാഷയിൽ സംസാരിക്കരുത്. ഭാഗ്യദേവത കടാക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ണു തുറക്കൂ. കുറച്ചുകൂടി മര്യാദ പഠിക്കൂ. നന്നായി പെരുമാറാൻ പഠിക്കണം. തൊലിക്ക് പുറമെയുള്ള പരുക്കൻ ശൗര്യം മാറ്റിയാൽ നിങ്ങൾക്ക് നല്ല നിലയിലുള്ള ഒരു പൗരനാകാം.
ഈ വാക്കുകൾ മുക്കുവന് ഒരു വെളിച്ചം നൽകി. അവൻ്റെ കണ്ണു തുറന്നു. പല കാര്യങ്ങളും അവന് മനസ്സിലായി. ബുദ്ധി കുറെ കൂടി വികസിച്ചു. സജ്ജനങ്ങളോട് കൂടി ചേരുമ്പോൾ ദുർജനങ്ങളിലും മാറ്റം വരും. ചുരുക്കി പറഞ്ഞാൽ മണ്ടനും പ്രാകൃതനുമായ മുക്കുവനെ അവൾ ബുദ്ധിമാനും മര്യാദക്കാരനുമാക്കി മാറ്റി. എൻ്റെ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരാമോ? അവൾ ചോദിച്ചു. താൻ എന്തിനും തയ്യാറാണെന്ന് മുക്കുവൻ മറുപടി പറഞ്ഞു. ഒരു പേനയും കടലാസും വരുത്തി അവൾ കിർനാസ് എന്ന വ്യാപാരിക്ക് ഒരു കത്തെഴുതി. കത്ത് മുക്കുവൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. കിർനാസ് കത്ത് വായിച്ചു നോക്കി മുക്കുവനെ ആദരപൂർവ്വം അരികിലിരുത്തി. എവിടെയാണ് നിന്റെ വീട് സഹോദര? അയാൾ ചോദിച്ചു. മുക്കുവൻ വീട് പറഞ്ഞു കൊടുത്തു. അൽ കിർനാസ് മുക്കുവന് 1000 പവൻ സമ്മാനമായി കൊടുത്തു. കിർനാസ് യാത്രയ്ക്ക് ഒരുക്കങ്ങൾ ചെയ്തു. 100 അടിമകൾ അകമ്പടി സേവിച്ചു. ഖലീഫ എന്ന മുക്കുവനോട് കഴുതപ്പുറത്ത് കയറാൻ ആവശ്യപ്പെട്ടു. അവൻ കൂട്ടാക്കിയില്ല. താൻ ജീവിതത്തിൽ കഴുത സവാരി ചെയ്തിട്ടില്ലെന്നും ഭയമാണെന്നും പറഞ്ഞൊഴിഞ്ഞു. ഒടുവിൽ കിർനാസിന്റെ അപേക്ഷയനുസരിച്ച് അവൻ ഒരുവിധം കഴുതപ്പുറത്ത് കയറി. ഇരുന്നത് പുറംതിരിഞ്ഞാണ്. കടിഞ്ഞാണിന് പകരം പിടിച്ചത് വാലിലാണ്. കഴുത വിരണ്ടോടി. അവനെ തട്ടി താഴെയിട്ടു. നടക്കുകയാണ് ഭേദം, മുക്കുവൻ പറഞ്ഞു. കിർനാസ് തൻ്റെ അടിമയോട് മുക്കുവനെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളും ധരിപ്പിച്ച് തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചിട്ട് നേരെ മുക്കുവൻ്റെ വീട്ടിലേക്ക് പോയി. പരിചാരകർ പലതും കൂട്ടി മുക്കുവനെ ഉരച്ചു കുളിപ്പിച്ചു. അവൻ്റെ ദേഹത്തു നിന്ന് കൊട്ടക്കണക്കിന് ചെളിയാണ് കുതിർന്നു പോയിരുന്നത്. മുടിയിൽ നിന്ന് പേനും മുട്ടയും ഒക്കെ വാരിക്കളഞ്ഞ് ചീകി അവനെ സുന്ദരനാക്കി. പട്ടുവസ്ത്രം ധരിപ്പിച്ചു. നേരെ കിർനാസിന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുചെന്നു. ഹൂറിയായ അടിമപ്പെണ്ണ് ഒരു പട്ട് മഞ്ചത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. ചുറ്റിനും ധാരാളം പരിചാരികമാർ. മുക്കുവനെ കണ്ടപ്പോൾ എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്തു. ആ ഹൂറി തന്നെ അവന് സർബത്ത് പകർന്നു കൊടുത്തു. ഒരു മാനിന് യോജിച്ച വിധമെല്ലാം അവനോട് പെരുമാറി. മുക്കുവനോട് ഖലീഫയുടെ രാജധാനിയിൽ പോയി അന്ന് വൈകുന്നേരത്തെ അതിഥിയായി അദ്ദേഹത്തെ തൻ്റെ മന്ദിരത്തിലേക്ക് ക്ഷണിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. മുക്കുവൻ അതനുസരിച്ച് കുറെ അടിമകളുടെ അകമ്പടിയോടെ രാജധാനിയിലെത്തി. പുതിയ വേഷത്തിൽ വരുന്ന മുക്കുവനെ കണ്ട് മന്ത്രി അതിശയിച്ചുപോയി. ഹാറൂൺ അൽ റഷീദിനെ വിവരമറിയിച്ചു. ഖലീഫ എന്ന മുക്കുവൻ മഹാപ്രഭുവായി മാറിയിരിക്കുന്നു. അവൻ്റെ വസ്ത്രത്തിന് തന്നെ 1000 സ്വർണം വരും. ജാഫർ അഭിപ്രായപ്പെട്ടു. ഹാറൂൺ അൽ റഷീദ് മുക്കുവനെ കൂട്ടിക്കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. മുക്കുവൻ സന്നിധിയിലെത്തി അൽ റഷീദിനെ താണു വണങ്ങി. മഹാരാജാവ് നീണാൽ വാഴട്ടെ, അങ്ങയുടെ കീർത്തി എങ്ങും പരക്കട്ടെ. അവൻ്റെ ഈ പരിഷ്കൃത വചനം കേട്ട് ഹാറൂൺ അൽ റഷീദ് അതിശയിച്ചുപോയി. ഇതെന്തൊരു മറിമായം! നിനക്കിത് എവിടെ നിന്ന് കിട്ടി ഇത്രയും നല്ല വസ്ത്രം? മഹാരാജാവ് ചോദിച്ചു. എൻ്റെ രാജധാനിയിൽ നിന്ന്, അവൻ മറുപടി പറഞ്ഞു. നിന്റെ രാജധാനിയോ? അതെ മഹാരാജാവേ, എനിക്കൊരു നല്ല കൊട്ടാരമുണ്ട്. ഇന്ന് രാത്രി അങ്ങ് അവിടെ എഴുന്നള്ളി സൽക്കാരം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ള മറ്റാളുകളെയും കൊണ്ടുവന്നാൽ നന്നായിരുന്നു. എൻ്റെ കൊട്ടാരം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണം. ഖലീഫ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു. എന്താണിതെല്ലാം? മഹാരാജാവിന് ഒന്നും തന്നെ മനസ്സിലായില്ല. സംസ്കാരമില്ലാത്ത ഒരു കാട്ടുമാക്കാൻ ഒരു രാത്രി കൊണ്ട് പരിഷ്കൃതനായ പൗരപ്രമാണിയായി മാറുകയോ? വൈകുന്നേരം ഹാറൂൺ അൽ റഷീദും മന്ത്രിയും അംഗരക്ഷകനും മറ്റ് 2 അനുയായികളും ഒരുമിച്ച് പുറപ്പെട്ടു. മുക്കുവന്റെ കൊട്ടാരത്തിന്റെ പടി മുതൽ വിശ്രമശാല വരെ വില പിടിച്ച പരവതാനികൾ വിരിച്ചിരിക്കുന്നു. മുക്കുവൻ ഖലീഫയെ സ്വീകരിക്കാൻ വാതിലിനടുത്ത് തന്നെ തയ്യാറായി നിന്നിരുന്നു. അയാൾ മഹാരാജാവിനെ വണങ്ങി സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ദന്തനിർമ്മിതവും സ്വർണവും മരതകവും കൊണ്ട് അലങ്കൃതമായ സിംഹാസനത്തിലിരുത്തി. അടിമകൾ സ്വർണ്ണ പാത്രങ്ങളിൽ അമൂല്യങ്ങളായ ഭോജ്യ സാധനങ്ങളുമായി വന്നു. വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച പയ്യന്മാർ വന്ന് വിഭവങ്ങൾ വിളമ്പി. പളുങ്ക് പാത്രത്തിൽ
തുടുത്ത വീഞ്ഞു പകർന്നു. ഹാറൂൺ അൽ റഷീദ് അത്ഭുത സ്തബ്ധനായി എല്ലാം നോക്കിയിരുന്നു. ഇനി ഞാനൊരു ഗായികയെ വരുത്തി അങ്ങയുടെ കാതുകൾ കുളിർപ്പിക്കട്ടെ. അവൻ രാജാവിനോട് അനുമതി ചോദിച്ചു. രാജാവിൻ്റെ അനുമതി കിട്ടിയപ്പോൾ മുക്കുവൻ ആ സ്വർഗസുന്ദരിയെ സദസ്സിലേക്ക് ആനയിച്ചു. മൂടുപടമിട്ട ആ യുവസുന്ദരി വീണയുമായി ഹാറൂൺ അൽ റഷീദിൻ്റെ മുമ്പിലിരുന്ന് മധുരഗാനങ്ങൾ ആലപിച്ചു. അവളുടെ മനോഹരമായ നാദം ശ്രവിച്ച മാത്രയിൽ രാജാവിന് മറ്റൊരു സ്വരമാണ് ഓർമ്മ വന്നത്. അദ്ദേഹം മോഹാലസ്യപ്പെട്ടു. എല്ലാവരും ഖലീഫയുടെ ചുറ്റും കൂടി. ഉടനെ ആ സുന്ദരി എഴുന്നേറ്റ് വന്ന് എല്ലാവരെയും പറഞ്ഞയച്ചു. അവൾ മുഖാവരണം മാറ്റി. ഖലീഫയുടെ മുഖത്ത് വെള്ളം തെളിച്ച് വീശിക്കൊണ്ടിരുന്നു. ബോധക്കേടിൽ നിന്നുണർന്ന ഖലീഫ തൻ്റെ പ്രേമഭാചനത്തെ അരികിൽ കണ്ട് അതിശയിച്ചുപോയി. അദ്ദേഹം കണ്ണുകൾ വീണ്ടും വീണ്ടും തിരുമ്മി നോക്കി. അവൾ തന്നെ. അദ്ദേഹം ആനന്ദ പരവശനായി. അവൾ ഖലീഫയുടെ കരം ഗ്രഹിച്ച് ചുംബിച്ചു. ഖലീഫ സന്തോഷം കൊണ്ടും സന്താപം കൊണ്ടും കണ്ണീരൊഴുക്കി. ഇതെന്താണ്? അന്ത്യവിധി നാളായോ? ശവക്കുടീരത്തിൽ നിന്നും ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റോ? ഇത് സ്വപ്നമല്ല, മായവുമല്ല. അങ്ങയുടെ പ്രേമഭാചനമാണ് ഞാൻ. മുക്കുവൻ എന്നെ രക്ഷിച്ചു. ഞാൻ മരിച്ചിരുന്നില്ല. എനിക്ക് ബോധം കെട്ടിരുന്നേയുള്ളൂ. അവൾ കഥയെല്ലാം പറഞ്ഞു. അൽ റഷീദ് അവളെ ആലിംഗനം ചെയ്തു. ഖലീഫ ഹാറൂൺ അൽ റഷീദ് മുക്കുവനായ ഖലീഫയോട് നന്ദിയും സന്തോഷവും പ്രകടിപ്പിക്കാൻ പല സമ്മാനങ്ങൾ നൽകി. രാജ്യത്തെ ഒരു വലിയ പ്രദേശം തന്നെ നൽകി. മുക്കുവനെ അവിടുത്തെ ഭരണകർത്താവാക്കി. മാസം 10,000 നാണയമാണ് ശമ്പളമായി നിശ്ചയിച്ചത്. ഹാറൂൺ അൽ റഷീദ് അവന് പറ്റിയ വധുവിനെയും തിരഞ്ഞെടുത്ത് നൽകി. 1001 രാവുകൾ എന്ന കഥാപരമ്പരയിലെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.